ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിൽ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുള്ള പീസാണിത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിനെ നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ സാധാരണ നമ്മുടെ ലൈനിങ് പീസിനെ നേരെ പകുതിയായി മടക്കി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാറ്. അത് ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ചെയ്യാറ്. എന്നാൽ ഇത് നമ്മൾ സ്ട്രൈറ്റ് കട്ടിങ് ബ്ലൗസാണ് ചെയ്യുന്നത്. 4 ടക്കുള്ള ബ്ലൗസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള തുണി മാത്രം ഇതുപോലെ ആവശ്യത്തിനുള്ള വീതിയിൽ മാത്രം ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ താവിൽ ഒരു നേരെ ലൈൻ കൊടുക്കുകയാണ്. ഈ ലൈൻ നമ്മുടെ തുണിയുടെ താവിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നേരെ ലൈൻ കൊടുത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ കൂടി നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടുന്നത്. അങ്ങനെ 15 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇവിടെ നമ്മൾ 15 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ നമ്മുടെ കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യുന്നത് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഷോൾഡർ വെക്കുകയാണ്. നമ്മൾ ഷോൾഡർ വെക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 5.5 ഇഞ്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ 5.5, 2.5 ഇഞ്ച് കഴുത്തകലവും 3 ഇഞ്ച് ഷോൾഡറും, ടോട്ടൽ 5.5 ഇഞ്ച്. ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ ടോട്ടൽ വെച്ചിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു കേട്ടോ. 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവാണ് 36 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. നമുക്ക് 40 ഇഞ്ച് കിട്ടും. 40ൻ്റെ 4/1 10 ഇഞ്ച്. അതിൻ്റെ കൂടെ ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഇടുപ്പളവ് 30.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 7.5 ഒരു പോയിന്റ് വരും. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി, അങ്ങനെ 7.5 3/4 8.25 ഒരു പോയിന്റുമാണ് വരിക. ആ അളവ് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഈ മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് ഈ ഒരു കോർണറിൽ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ കൈക്കുഴിയുടെ ഷേപ്പിന് വേണ്ടിയാണത്. ഇനി നമ്മൾ അത് മാർക്കിംഗ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ഈ നമ്മുടെ 5.5 ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ നേർപകുതി 2.25 കണ്ടോ. ഇവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കിങ് തുടങ്ങേണ്ടത് കണ്ടോ. ഇങ്ങനെ മാർക്കിംഗ് ചെയ്ത് തുടങ്ങുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു തുന്നത്തുണിക്ക് വേണ്ടിയാണ് 1/2 ഇഞ്ച്. ഇനി നമ്മൾ ടേപ്പിനെ നേരെ കുത്തനെ ഇതുപോലെ പിടിക്കുന്നു. നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് നമ്മൾ 6.25 ഒരു മാർക്കിംഗ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് അല്പം റൗണ്ട് കിട്ടുവാൻ വേണ്ടി കണ്ടോ ഈ ഒരു മാർക്കിനേക്കാൾ ഒരു പോയിന്റ് പുറത്തേക്ക് വരഞ്ഞിട്ടാണ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നത് കണ്ടോ. ഒരു പോയിന്റ് പുറത്തേക്ക് വരഞ്ഞിട്ടുണ്ട്, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കണ്ടോ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് പുറത്തേക്ക് വരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എങ്ങനെ റൗണ്ടിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ടിങ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ 2 സ്ഥലത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കണ്ടോ. ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തുണിയെ ഇതുപോലെ കണ്ടോ നമ്മളെ ബാക്കി കട്ട് ചെയ്തതിന് ശേഷം വരുന്ന പീസാണിത്. ഈ ഒരു ബ്ലൗസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരുന്നത്. ഇനി നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. 1/4 ഇഞ്ച് ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു ബാക്ക് പീസ് ഇതുപോലെ വെക്കുക
കണ്ടോ, ആ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ താവിൽ ഇവിടെ ഒരു 1.5 ഇഞ്ചെങ്കിലും തുണി വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുവാൻ. കണ്ടോ, താവിൽ ഒരു 1.5 ഇഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ചും നിങ്ങൾ വിടണം. നമ്മൾ ഇവിടെ കണ്ടോ 2.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തകലം വെച്ചത്. ഒരു 1/4 ഇഞ്ച് നമ്മളിപ്പോൾ എക്സ്ട്രാ കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 2.25 ഇഞ്ചാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് അത് മാർക്ക് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ നേരെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ബാക്കിൽ നമ്മളിവിടെ ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് തയ്ക്കുന്നത്. ഇവിടെ ഒരു ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് തയ്ച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 1/4 ഇഞ്ചിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. ഇത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതിക്ക് വേണ്ടിയാണ് 2.5 ഇഞ്ച്. കണ്ടോ, ഇവിടെ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞെടുക്കും. കണ്ടോ, ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ 4 ഇഞ്ചിൽ ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. നമ്മൾ മുകളിലുള്ള ആ ഒരു തുന്നത്തുണി വിട്ടതിന് ശേഷം ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ 5.25 ഇഞ്ച്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 5.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമുക്ക് കട്ടിങ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ടിങ് ചെയ്യാം. ഇതുപോലെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ കട്ടിങ് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്ക് വരെ കട്ടിങ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ എടുത്ത് മാറ്റുന്നു. കണ്ടോ, ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ എടുത്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടെക്ക് മാർക്ക് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. മുകളിൽ നിന്നും ഒരു 1/2 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ടേപ്പിനെ പിടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് ടേപ്പിനെ വെക്കുന്നത്. നേരെ കുത്തനെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് 9.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം. നമ്മൾ ഇവിടെയും കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇനി നമ്മൾ 4 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സൈഡ് ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മാർക്കിംഗ് ചെയ്യുന്നു. കണ്ടോ, ഇത് നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഈ ഒരു ബാൻഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവ് 30.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-1 7.5 പോയിൻറ്റുമാണ് വരിക. ഇവിടെ ആ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഒരു 7.5 പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് 7.5 പോയിൻറ്റ് മാർക്കുന്നത്. ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ, നേരെ കുത്തനെ കട്ട് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് താവിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമ്മൾ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യുന്നു. നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 2.5 ഇഞ്ചിൻ്റെ നേർപകുതി 1.25 ഇഞ്ച് വീതം. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇവിടെയും നമ്മൾ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു.
കണ്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്കിലേക്കാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് കട്ട് ചെയ്താൽ നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്യാറ്. എന്നാൽ നമുക്കിതൊരു 4 ടക്കുള്ള ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ തുന്നത്തുണി അവിടെ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച്, കണ്ടോ, നമ്മളൊരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ തുന്നത്തുണി പിടിക്കും, നമ്മൾ ഡാർസിൻ്റെ വീതി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയത്. നമ്മുടെ രണ്ടാമത്തെ ടക്ക് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അതായത് നമ്മുടെ മെയിൻ ടക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ടക്ക് വരിക, കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ടക്കിൻ്റെ നീളം നമ്മൾ മാർക്ക് ചെയ്തത് 3 ഇഞ്ചാണ്, കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട്, കണ്ടോ, 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നൊരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിനു മുന്നേ നമ്മൾ ആദ്യം ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് വേർപെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 1.25 ഇഞ്ച് ഇറക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തുകൊണ്ട് ഒരു 1/2 ഇഞ്ച്, കണ്ടോ, ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നത്, കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു, കണ്ടോ. നമ്മളത് 1.25 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കട്ടിങ് തുടങ്ങുന്നത്, കണ്ടോ. മുകളിൽ നിന്ന് തന്നെ കട്ടിങ് ചെയ്ത് തുടങ്ങുന്നില്ല, ഇതുപോലെ കട്ട് ചെയ്യും, കണ്ടോ. ഈ ഒരു റഗാളിൻ്റെ ഷേപ്പ് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നു. നമ്മൾ ഇവിടെ, കണ്ടോ, നമ്മുടെ മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണ്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക, കണ്ടോ. നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണത്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ടക്ക് ഇവിടെയാണ് വരുന്നത്, കണ്ടോ. ഈ ഒരു ടക്ക് നമുക്ക് ഇതുപോലെ നേരെ വരയാൻ പാടില്ല, കണ്ടോ. ഇതുപോലെ നേരെ വരയാൻ പാടില്ല. 1 ഇഞ്ചെങ്കിലും താഴോട്ടേക്ക് വരുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക, കണ്ടോ. നേരെ കുത്തനെ നേരെ വരയാതെ ഇതുപോലെ ഷേപ്പ് ചെയ്തു ചെരിച്ചുകൊണ്ട് വരഞ്ഞെടുത്ത് ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ടക്ക് വരുന്ന ഭാഗത്തൊക്കെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്, കണ്ടോ. ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈഡിൽ വരുന്ന ബാക്കി ഭാഗമാണ് നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ നേരെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുന്നു. ഇത് നമ്മുടെ കരഭാഗമാണ്. ഒരു കരഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ ഇറക്കം നമുക്ക് 7.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂട്ടി 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് താവിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കോ ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് ഇവിടെ നിന്ന് 8.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ റഗാൾ ഭാഗത്ത് വരുന്ന ലൂസ് നമ്മളത് ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. ഇവിടെ വരുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുന്നു, നമുക്ക് 33 ഇഞ്ച് കിട്ടും. 33ൻ്റെ 4/1 8.25. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത്, കണ്ടോ. 8.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു, കണ്ടോ. ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ച് നമ്മുടെ കൈയുടെ ഷേപ്പ് എടുക്കുവാൻ വേണ്ടി 3.5 ഇഞ്ച് അതുപോലെ ടേപ്പിന് ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇവിടെ നമ്മളിങ്ങനെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു മാർക്കുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക, കണ്ടോ. ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ കൈയുടെ താഴെയുള്ള ലൂസ് നമുക്ക് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 5.5 ഇഞ്ച് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ, കണ്ടോ, അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ വരയാൻ പാടില്ല, ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. നമ്മൾ ഈ ഒരു അളവ് കണ്ടോ, ഇത് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ബാക്ക് പീസാണ് നമ്മൾ എടുക്കേണ്ടത്, കണ്ടോ. ഫ്രണ്ട് പീസ് എടുക്കാൻ പാടില്ല, ബാക്ക് പീസ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മുടെ ഷോൾഡർ ഭാഗത്ത് അറ്റാച്ചിങ് തുന്നത്തുണിക്ക് വേണ്ടിയുള്ള 1/2 ഇഞ്ച്. ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഇവിടെ, കണ്ടോ, ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു കൈയുടെ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ കൂടി ഇതുപോലെ നമ്മുടെ റഗാളിനെ പിടിച്ചു കൊണ്ടുവന്നാൽ, കണ്ടോ, ഇതുപോലെ വെച്ചാൽ നമുക്ക് ആ ഒരു, കണ്ടോ, ആ ഒരു മാർക്ക് നമ്മുടെ കൈയുടെ മാർക്ക് നമ്മുടെ റഗാളിൻ്റെ മാർക്ക്, കണ്ടോ, കറക്റ്റായി കിട്ടുന്നത്, കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ, കണ്ടോ, ഒരു തുണി അല്പം ഇതുപോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, ആ ഒരു പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ
ഈ ഒരു മാർക്കിൽ കൂടി തന്നെ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് ഈ ഒരു സെൻറ്റർ മാർക്കിൽ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന വീതി നമ്മളൊരു 1/2 ഇഞ്ച് പോയിൻറ്റും കണ്ടോ വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെ കണ്ടോ, ഈ ഒരു മാർക്ക് വരെ മാത്രമാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു കണ്ടോ ഒരു പീസ് ഇവിടെ നിന്ന് അല്പം നമ്മുടെ ആ ഒരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സാരി പീസിൽ നിന്ന് നമ്മളിത് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സാരി പീസ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാരിയുടെ പീസ് ഇതാണ്, നമ്മുടെ കട്ട് ചെയ്തിട്ടുള്ള പീസാണിത്. അപ്പോൾ നമ്മുടെ കൈയുടെ ആദ്യം നമ്മൾ എടുക്കുന്നത് നമ്മുടെ കൈയുടെ ഭാഗത്ത് ഇതുപോലെ ഈ ഒരു കരവശം വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ കണ്ടോ ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്യുക. ആദ്യം നമ്മുടെ സ്ലീവ് നമ്മുടെ കൈയുടെ താവിൽ കരവശം വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിനെ കണ്ടോ ഇതുപോലെ വെക്കുക. ഇവിടെ കണ്ടോ നമ്മുടെ താവ് വശത്ത് ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഇതുപോലെ വെക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് സൈഡിൽ നിന്നൊക്കെ അല്പം തുണി കണ്ടോ ഇവിടെ നമുക്ക് കറക്റ്റ് തുണി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു താവ് വശത്ത് കണ്ടോ ഇവിടെ കറക്റ്റ് തുണി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് പീസിനെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഈ രീതി നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആ രീതിയിൽ നിങ്ങൾക്കൊന്ന് വെച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് പീസ് കണ്ടോ ഇവിടെയുള്ള പീസൊക്കെ നമുക്ക് വേസ്റ്റായി പോകും, ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു കട്ട് ചെയ്യുന്നത് കണ്ടോ നമ്മൾ ഇതുപോലെ വെച്ച് കട്ട് ചെയ്യുക. കണ്ടോ നമുക്ക് തുണി കുറവാണെങ്കിൽ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ നമുക്കൊരു ബാൻഡ് കിട്ടേണ്ട ഒരു തുണി കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടി. നമുക്ക് കട്ട് ചെയ്ത് പോകുന്ന പീസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആ ഒരു ബാൻഡ് കൂടി കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് കണ്ടോ ഈ ഒരു എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഒരു 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൊടുക്കണം. നമ്മളത് നമ്മുടെ ലൈനിങ് പീസും നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ പീസും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ആദ്യം നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ തന്നെ നമ്മൾ ഈ ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് പീസിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. കണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി ഇവിടെ കട്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡും കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ നമുക്കൊരു ബാൻഡിന് വേണ്ട തുണി നമുക്ക് എക്സ്ട്രാ ഇവിടെ കിട്ടി. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ സ്ലീവിനെ നമുക്ക് ആവശ്യമനുസരിച്ച് എത്രയാണോ നമ്മുടെ കരവശം നമ്മുടെ സ്ലീവിൽ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ കണ്ടോ ഒരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക.